ഒരു സെയിൽസ് ടീമിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാനെപ്പോഴും ശ്രദ്ധിക്കുന്നത് ഒരു സെയിൽസ് ടീമിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡ്രൈവ് ഉണ്ട്, എത്രത്തോളം അവനൊരു ഹങ്കർ ഉണ്ട് എന്നുള്ളത്. രണ്ടാമത്തത് ഡിസിപ്ലിനാണ്. ഒരു ഫീൽഡുകളിൽ പോകണം, ഡിഫറെൻ്റ് ആൾക്കാരെ മീറ്റ് ചെയ്യണം, അത് റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും ഒരു സെയിൽസ് ടീമിനെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി എത്രത്തോളം ഡിസിപ്ലിൻഡ് ആണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെയിൽസ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബേസ്ഡ് ആണ്. അതുകൊണ്ട് ഇയാളുടെ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം ഈ ബ്രാൻഡിൽ സെയിൽ കൂടാൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കും. അതുപോലെ തന്നെ സെയിൽസിൽ എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാം. അപ്പം ഡീമോട്ടിവേറ്റഡ് ആകാതെ എപ്പോഴും ഒരു ബൗൺസ് ബാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസീലിയൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കണം സെയിൽസിലേക്ക് വരേണ്ടത്. ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു ക്വാളിറ്റിയുമായിട്ടാണ് ഒരു സെയിൽസിൽ ഒരു വ്യക്തി ഒരു ഓർഗനൈസേഷനിൽ വരുന്നതെങ്കിൽ ഓർഗനൈസേഷൻ മാത്രമല്ല ആ വ്യക്തിയും വളരെ വലിയ രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട്.